ഹലോ, ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയുടെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ മലേഷ്യൻ താമസമൊക്കെ. അപ്പോൾ അവരെയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. കാറിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അതിനുശേഷം അപ്പോഴാണ് സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉദിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്ന് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് രേവതി. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ശ്രുതിയെ വിളിക്കുകയാണ് താഴേക്ക്. അപ്പോൾ മലേഷ്യയിലായി കഴിയുമ്പോൾ ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. മലേഷ്യക്കാരല്ലേ, അപ്പോൾ എൻ്റെ മോളുടെ സ്ഥലം അവിടെയാണെന്നും അവളുടെ അച്ഛൻ അവിടെ ഉണ്ടെന്നും അവൾക്ക് ഇന്ന സ്ഥലത്ത് വീടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു സമയത്ത് ശ്രുതിയെ പരിചയപ്പെടുത്താനായിട്ട് ചന്ദ്രമതി താഴേക്ക് വിളിക്കുന്നു. മോളെ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി അവിടേക്ക് വെട്ടപ്പെടുന്നില്ല. ശ്രുതി മനഃപൂർവ്വം ഒരു കള്ളത്തരം പറഞ്ഞ് പല്ലുവേദനയാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കള്ളത്തരമാണെന്ന് വർഷയ്ക്കും അതുപോലെ തന്നെ രേവതിക്കും സച്ചിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷയുടെ കള്ളത്തരം, ഇങ്ങനെ മലേഷ്യയിലൊരു ഫാമിലി ഉണ്ടെന്നോ വളരെ ക്യാഷ് ഫാമിലിയാണെന്നോ ഇതൊക്കെ കള്ളത്തരമാണെന്ന് സച്ചിക്ക് നേരത്തെ തന്നെ സംശയമുണ്ട്. അപ്പോൾ പാർലറേട്ടെത്തി അതുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരാത്തതെന്നാണ് സച്ചി മനസ്സിലാക്കുന്നത്. സച്ചിയും രേവതിയായിട്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഒരു പുതിയ ഐഡി കണ്ടെത്തുകയാണ് സച്ചിയും രേവതിയും കൂടെ. അപ്പോൾ ഭാമയാണല്ലോ ഇതുപോലെ ശ്രുതിയുടെ ബന്ധം കൊണ്ടുവന്ന് അങ്ങനെ പരിചയപ്പെടുത്തി അങ്ങനെ വിവാഹം നടന്നു. മലേഷ്യയിലാണ് കുടുംബം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ നേരെ ഭാമയാൻ്റിയുടെ വീട്ടിലേക്ക് രാവിലെ പോവുകയാണ്. അപ്പോൾ ഭാമ രാവിലെ രണ്ടുപേരും ചെല്ലുമ്പോൾ അതിശയിക്കണേ, ഇതെന്ത് രാവിലെ രണ്ടുപേരും കൂടെ? അത് ഞങ്ങൾ വേറെ വഴിക്ക് പോയപ്പോൾ കയറിയെന്നാണെന്നാണ് സച്ചിയും രേവതിയും പറയുന്നത്. അങ്ങനെ ഭാമയാൻ്റിയെ കണ്ടു, കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ അന്വേഷിച്ച ശേഷം ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ശ്രുതി ഏട്ടത്തിയുടെ ഇതുപോലെ വീടുണ്ടല്ലോ മലേഷ്യയിൽ, അവിടെ ആരെയും അച്ഛനെ അങ്ങനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് എവിടെയാണെന്നൊക്കെ സാർ. അപ്പോൾ ഭാമ പറയും, അതെനിക്കൊന്നും അറിയില്ല. അല്ല ഭാമേൻ്റെ അല്ലേ പാർലർ എടുത്തിട്ട് ആലോചന? അത് എനിക്കൊന്നും അല്ല, എന്നെ ഇതുപോലെ ഒരു ദിവസം മുഖത്ത് എന്തോ ഫേഷ്യൽ ചെയ്യാനായിട്ട് മസാജ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഫോണിലൂടെ മലേഷ്യയിലാണ് അച്ഛനൊക്കെ പറഞ്ഞു, അച്ഛനൊക്കെ വിളിച്ച് സംസാരിക്കുന്നു കേട്ടോ. അവിടെ ആ സമയത്ത് ചന്ദ്ര ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വിവാഹം നടന്നു. അപ്പോൾ ഭാമേൻ്റിക്ക് നേരിട്ട് പാർലറേറ്റത്തിൻ്റെ വീട്ടുകാരെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് നേരിട്ടൊന്നും അറിയില്ല, ഇങ്ങനെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ സംഭവം ഒരുവിധം രണ്ടുപേരുടെ നോക്കുന്നുണ്ട്. കാരണം ഫാമിലി ആരും കണ്ടിട്ടില്ല, അച്ഛനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു വശപ്പിശയുണ്ട്. അങ്ങനെ ഭാമ അവിടെ നിന്ന് ഞാൻ പോരുവാണ്. ഭാമ എടുത്തുനിന്ന് അവരിഞ്ഞ് പോരുവാണ്. അതിനുശേഷം നേരെ രേവതിയെ പറഞ്ഞ് മീരയുടെ അങ്ങ് വിടുവാണ്. മീര എടുത്ത് നിന്നിട്ട് ഇതുപോലെ ചെന്ന് ചോദിക്കുകയാണ് ഇതുപോലെ ശ്രുതിയുടെ വീടിനെക്കുറിച്ചൊക്കെ. രേവതി ഇപ്പോൾ പൂ വെട്ടാൻ കൊണ്ടുകൊടുക്കാൻ പോകുന്ന വഴിക്ക് കയറിയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ രേവതിയുടെ വീടിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നു, അച്ഛൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ മീര ഇങ്ങനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ കൊച്ചുനാളിൽ കളിച്ച് വളർന്നവരല്ലേ എന്ന് ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, കോളേജിൽ പഠിച്ചപ്പോഴാണ് പരിചയപ്പെട്ടത്. അങ്ങനെയല്ലല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞത്. കൊച്ചുനാളിൽ തൊട്ടേ കുട്ടിക്കാലത്തെ പരിചയം ഉണ്ടായിരുന്നു, കളിച്ചിട്ടുണ്ട്. പിന്നെ വെക്കേഷന് നിങ്ങളുടെ അച്ഛനും മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛനും ഒക്കെ വരുമ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ഞങ്ങൾ ഒരുവിധമൊക്കെ ഒരു മുഖഭാവം കാണുമ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് കള്ളത്തരമാണ് പറയുന്നതെന്ന്. ഇതെല്ലാം ഞങ്ങൾ കോളേജ് വെച്ച് പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതിക്ക് മനസ്സിലായി മീരയുടെ മുഖം കണ്ടപ്പോൾ അതും കള്ളത്തരമാണെന്ന്. അതിനുശേഷം പിന്നീട് ഇതുപോലെ കാണിക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ ഒരു ഇത് കൊണ്ടുപോയി പൂ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു ബോക്സ് മറ്റൊരു കൂട്ടരെടുത്തുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. രേവതി ഒട്ടും കളിക്കുന്നില്ല, രേവതിയും പിന്നാലെ തന്നെ പോവുകയാണ്. അങ്ങനെ നേരെ കുറേ ഓടിക്കഴിയുമ്പോൾ ഒരു വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഈ ബോക്സും വെച്ചിട്ട് അവരങ്ങ് പോവുകയാണ്. രേവതി ആ വീട്ടിലേക്ക് ഓടി കയറി ചെല്ലുന്ന സമയത്ത് അവർ ആ ബോക്സ് അങ്ങ് എടുത്തുകൊണ്ട് വന്ന് ശ്രമിക്കുക. രേവതി പറഞ്ഞ് ഇതെൻ്റെ ബോക്സാന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അകത്തുനിന്ന് ഹേമയാണ്, പഴയ ആ ഒരു ഡിസൈനിങ്ങിൻ്റെ ഒക്കെ വർക്ക് നേരത്തെ തടസ്സം, അവർ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരെങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വീടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പോകും. അപ്പോൾ രേവതി എനിക്ക് നിങ്ങളുടെ ഫുഡൊന്നും വേണ്ട, എൻ്റെ ബോക്സാണ്, എനിക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് വർക്കുകളും കിട്ടും, അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ രേവതി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ താല്പര്യമൊന്നുമില്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെയാണ് താല്പര്യം ബിസിനസ്, അല്ലാതെ ആരും കൂട്ടാളി വേണ്ടാന്ന് പറയുകയാണ്. അത് ഹേമയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. അങ്ങനെ അവിടെ സംസാരിച്ച് ബോക്സൊക്കെ ഇട്ട് രേവതിഞ്ഞ് പോരുകയാണ്. അങ്ങനെ ഒരു രംഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിൽ വന്ന് രേവതി സച്ചിയെടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. അതിനുശേഷം സച്ചി മറ്റൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. സച്ചി വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിട്ട് വന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നപ്പം ഒരു സന്തോഷമായിട്ട്. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പിന് പോകാൻ പോകുന്നു. അത് എവിടേക്കാണ്? അത് മലേഷ്യയിലേക്ക്. അപ്പോൾ അച്ഛനൊക്കെ എങ്ങനെ നീ മലേഷ്യയിലേക്കോ ഹണിമൂൺ ട്രിപ്പിനാണോ എന്നൊക്കെയാണ് ശ്രീകാന്ത് വർഷം ചോദിക്കുന്നത്. അതൊന്നുമല്ല,
ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുറേ നാളായില്ലേ, യാത്രയെങ്ങും പോയിട്ടില്ലല്ലോ വിവാഹശേഷം. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കുറേ ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതൊക്കെ ഒന്ന് പൂരിപ്പിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയണം. നിങ്ങൾ മലേഷ്യയിൽ പോകുന്നതിന് ഞാനിതിനാണ് ഈ ഫോമൊക്കെ പൂരിപ്പിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഏയ് ഞങ്ങൾ മാത്രമല്ല അച്ഛാ പോകുന്നത്, നിങ്ങളും ഒപ്പം കൂടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് ഈ ഫോം പൂരിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛനും ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷം. മലേഷ്യയിലേക്കോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അതെ, നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ നിന്ന് പോയിട്ട് വരാം. പിന്നെ അവിടെ ചെന്നാൽ തങ്ങുന്നതിന് വേറെ എങ്ങും പോകണ്ടല്ലോ. പാർലറേട്ടത്തിയുടെ വീട് അവിടെ കിടപ്പുണ്ട്. പിന്നെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് സ്ഥലമൊക്കെ അറിയാം. അപ്പോൾ വേറെ ആരും അതുമല്ല, ഏട്ടത്തി ഉണ്ടാവുമല്ലോ, ഏട്ടത്തിക്കാണ് അവിടെ കാര്യങ്ങളെല്ലാം, പൗഡർ ഏട്ടത്തിക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഇത് കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് പാസ്പോർട്ടൊന്നും വേണ്ട, നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, എനിക്കും അതൊന്ന് റിവ്യൂ ചെയ്താൽ മതി, കുഴപ്പമില്ല, എനിക്കും പാസ്പോർട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും സച്ചിക്കും രവതിക്കും ഇവർക്കെല്ലാം മതിയല്ലോ പാസ്പോർട്ട്. ഇപ്പോൾ ശ്രുതി ഏട്ടത്തേക്കാണെങ്കിൽ, പൗഡർ ഏട്ടത്തേക്ക് പിന്നെ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നുകൊണ്ടിരുന്നതല്ലേ, അപ്പോൾ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നു, അവൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭയങ്കര സന്തോഷമാണ് മോളെ, നമുക്ക് അവിടേക്ക് പോകാം. പിന്നെ അത് മാത്രമല്ല, അവിടെ ചെന്നാൽ വേറെ ചിലവുകളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. വലിയ വീട് കിടപ്പുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ 5-6-7 കാറ് കിടപ്പുണ്ടാവും. അപ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല, നമുക്ക് കാർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എല്ലാ സ്ഥലങ്ങളും ഒക്കെ കാണാമല്ലോ. പിന്നെ ശ്രുതിമോളും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇത് കേട്ടിട്ടാണെങ്കിൽ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ, ആകെ പതറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ചെമ്പനീർ പൂവിൽ വരാനായിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു കുഞ്ഞു ചാനലാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. ഓക്കെ.